വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി കാണിച്ച് എബിവിപി പ്രവർത്തകർ. തിരുവനന്തപുരത്ത് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് എബിവിപി പ്രവർത്തകർ മന്ത്രിയെ റോഡിൽ തടഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിലും ഭാരതാംബയെയും ഗവർണറെയും അവഗണിക്കുന്നതിനെതിരെയാണ് എബിവിപി പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. തലസ്ഥാന ജില്ലയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ പദ്ധതിയിൽ ലഭിക്കേണ്ട കോടികൾ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനാൽ സംസ്ഥാന സർക്കാർ പാഴാക്കുന്നതിനെതിരെയാണ് എബിവിപി പ്രതിഷേധം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ തിരുവനന്തപുരത്ത് പൊതുനിരത്തിൽ എബിവിപി പ്രവർത്തകർ തടഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ തിരസ്കരിക്കുന്ന മന്ത്രിയെ വരും ദിവസങ്ങളിലും റോഡിൽ തടയുമെന്ന് എബിവിപി വ്യക്തമാക്കി. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ എഴുതണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മോഡൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പൈസ മേടിക്കുകയാണ്. എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടൂടാ? അവർ പറയുന്നത് ന്യായം PM എന്നുള്ള അതിലുണ്ടെന്നുള്ള. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLA മാരും MP മാരൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പ് പണിയാണെങ്കിൽ സ്വന്തം പേര് വയ്ക്കും. ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് PM എന്ന് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് ഏത് PM ആയാലും അത് വർക്ക് ചെയ്യും. എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്? ആ സമയത്ത് രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് ആ പദ്ധതി അവഗണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ട, ഈ പൊതുവിദ്യാഭ്യാസം നശിച്ചു പോയിക്കോട്ടെ എന്ന പ്രവണതയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കേരളത്തിലെ എബിവിപി വഴി തടയും. ഉറപ്പായിട്ടും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നവരെ ഞങ്ങൾ വഴി തടയും. 5ഓളം വരുന്ന എബിവിപി പ്രവർത്തകരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനാൽ കോടികളാണ് സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത്. CPIയുടെ എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെക്കാത്തതെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.